മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാൻ ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാൻ തള്ളിപ്പറയും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി. ഒരു അനുഭവ സാക്ഷ്യം ഇന്ന് ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ആങ്ങളയുടെ മകൻ്റെ മനസ്സമ്മത കല്യാണം കാഞ്ഞിരപ്പള്ളി പള്ളിയിൽ നടക്കുകയായിരുന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും പള്ളിയകത്ത് കയറിയിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നി. എന്താണെന്ന് വെച്ചാൽ എന്ത് വിശേഷം ഉണ്ടായി, എത്ര അകലെയുള്ള പള്ളിയിൽ പോയാലും ഞാൻ എൻ്റെ എഴുതിയ പുസ്തകം കൈപിടിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കൊടുക്കാലോ, കാഞ്ഞിരപ്പള്ളി പള്ളി തന്നെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം ഉണ്ടായത് എനിക്ക് വളരെ അധികം ഇഷ്ടമായി. അങ്ങനെ അവിടെ ചെല്ലാണ്. എല്ലാ ബന്ധുക്കളും അവരുടെ ബന്ധുക്കളും എൻ്റെ ആങ്ങളയുടെ മകനാണ്. അപ്പോൾ പെണ്ണിൻ്റെ ബന്ധുക്കളും ചെക്കൻ്റെ ബന്ധുക്കളായിട്ട് 500 പേരിലേക്കാളും അധികമുണ്ട്. എന്തായാലും എല്ലാവരും പള്ളിയകത്ത് കയറിയല്ലോ. വേഗം തന്നെ പള്ളിയിലെ അച്ഛൻ്റെ അവിടെ പോയി പുസ്തകം കൊടുക്കട്ടെ. എല്ലാ പള്ളികളിൽ പോയാലും അച്ഛന്മാർക്ക് ഓരോ പുസ്തകം കൊടുക്കാറുണ്ട്, ലൈബ്രറിയിൽ വെക്കാൻ പറഞ്ഞിട്ട്, പള്ളിയിലെ ലൈബ്രറിയിൽ വെക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ആരും കാണില്ലല്ലോ. വേറെ ഒന്നും ഉണ്ടായിട്ടല്ല, എല്ലാവരും കാണുമ്പോഴും ഞാൻ ഈ പുസ്തകം കൊണ്ട് ഓടണ കാണുമ്പോൾ എല്ലാവർക്കും ഒരു പുഞ്ചിരി ഉണ്ട്. അത് മനുഷ്യ സ്വഭാവം. എനിക്കതിന് പ്രയാസമൊന്നുമില്ല. അത് ഏത് മനോഭാവത്തോടു കൂടെ പുഞ്ചിരിച്ചാലും എനിക്കത് യാതൊരു പ്രയാസവും ഇല്ല. അങ്ങനെ എന്നാലും ആരും അങ്ങനെ കാണാതെ കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ വികാരിയച്ഛനാണ് ഈ സമ്മതം ചൊല്ലി കേൾക്കുന്നത്. പക്ഷേ ആ വികാരിച്ചൻ കുറച്ച് പ്രായമായതാണ്. പള്ളിയിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. പള്ളിയിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. ആസ്പത്രിയിൽ നിന്ന് അഡ്മിറ്റ് ആയിരുന്നു അസുഖമായിട്ട്. എത്തിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ എൻ്റെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ ബുക്ക് അച്ഛന് കൊടുത്തു. എൻ്റെ കൂടെ എൻ്റെ 2 പേരക്കുട്ടികളുണ്ട്. അച്ഛൻ്റെ കയ്യിൽ 2 ബുക്ക് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ എഴുതിയ ബുക്ക് ഇവിടെ ലൈബ്രറി ഉണ്ടെങ്കിൽ വെച്ചോളൂ എന്ന് പറഞ്ഞു അച്ഛനോട്. ഓക്കെ എന്ന് പറഞ്ഞു. അച്ഛൻ ആ ചട്ടയ്ക്കൊന്ന് മറിച്ച് നോക്കി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പേരക്കുട്ടികളാ ഇവരെ ഒന്ന് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. നെറ്റിമേ ഒന്ന് നെറ്റി പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ അവരെ പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി ഞാൻ വേഗം പോട്ടെ, പള്ളിയിലൊരു സമ്മതം എനിക്ക് നടത്തേണ്ടതുണ്ട്. അപ്പോഴും ഞാനൊന്നും പറയുന്നില്ല. എൻ്റെ ആങ്ങളയുടെയാണ് സമ്മതം പള്ളികൾക്ക് നടക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ല. ശരി അച്ഛാ എന്ന് പറഞ്ഞ് ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി, ഞാനും എൻ്റെ പേരക്കുട്ടികളും. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വേഗം പള്ളിയിൽ അകത്ത് കയറി എല്ലാവരും ഒപ്പം ഞാനും നിന്നു. അച്ഛൻ വരുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ്റെ കയ്യിൽ എൻ്റെ 2 പുസ്തകം കൊണ്ടാണ് ആൾക്കാരുടെ മുന്നിലേക്ക് വരുന്നത്. എൻ്റെ ദൈവമേ, എന്തിനാ അച്ഛൻ ഈ പുസ്തകം കൊണ്ടുവന്നേക്കണേ എന്നെൻ്റെ മനസ്സിൽ വിചാരിച്ചു. ദൈവമേ, ഞാൻ എല്ലാവർക്കും അറിയാം എൻ്റെ പുസ്തകമാണെന്ന്. എന്തിനാ ദൈവമേ അച്ഛൻ എന്തിനാ ഈ പുസ്തകം കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കണേ എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിൽ വിഷമം വരികയാണ്. ശരിക്ക് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ എൻ്റെ പുസ്തകത്തിൻ്റെ എന്തെങ്കിലും പറയാവോ, അങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള പ്രയാസങ്ങൾ. അങ്ങനെ അച്ഛൻ വന്ന് നിന്ന് അവിടെ നിന്നിട്ട് ചോദിച്ചു, ഒരു സഹോദരി ഈ 2 പുസ്തകം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു സഹോദരി എൻ്റെ കയ്യിൽ ഈ 2 പുസ്തകം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ സഹോദരി പള്ളിയകത്തുനിന്ന് ഉണ്ടെങ്കിൽ ഒന്ന് ഇവിടേക്ക് കയറി വരണം. എൻ്റെ ദൈവമേ, ഞാൻ പിന്നെ വിഷമിച്ചു തുടങ്ങി. എന്നാലും അച്ഛൻ പറഞ്ഞു, അല്ല ആദ്യം അങ്ങനെയല്ല പറഞ്ഞേ, ഈ പുസ്തകം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച സഹോദരി ഈ പള്ളിയകത്തുണ്ടെങ്കിൽ കൈ പൊന്തിക്കാൻ. എങ്ങനെയാ ഒരു അച്ഛൻ പറഞ്ഞിട്ട് അനുസരിക്കാതിരിക്കുക എന്ന് വെച്ചിട്ട് ഞാൻ കൈ പൊന്തിച്ചു. ഉടനെ അച്ഛൻ പറഞ്ഞു, ഇവിടെ വരൂ എന്ന് പറഞ്ഞു.
പ്രായമായ അച്ഛനാണ്. ഇവിടെ വരുമോ എന്ന് പറഞ്ഞു. വികാരിയച്ഛനാണ് ആ പള്ളിയിലത്തെ, കാഞ്ഞിരപ്പള്ളി പള്ളിയിലത്തെ വികാരിയച്ഛനാണ്. അപ്പോൾ ഈ പെണ്ണു വീട്ടുകാർ, അതായത് ആങ്ങളയുടെ മോൻ്റെ ഭാര്യ വീട്ടുകാർ ആ പള്ളിയായിട്ട് വളരെയധികം കണക്ഷൻ ഉള്ളതാണ്. അതുകൊണ്ടാണ് അച്ഛൻ തന്നെ മനസ്സമ്മതം ചൊല്ലി കേൾക്കാനായിട്ട് ആശുപത്രിയിൽ നിന്ന് ഓടിയെത്തിയത്, ഡിസ്ചാർജ് ചെയ്ത് വേഗം ഓടിയെത്തിയത്. അങ്ങനെ ഞാൻ ആ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു, കൈ പൊന്തിച്ച് ഞങ്ങൾ ചെന്നു. അപ്പോൾ എല്ലാവരോടായിട്ട് അച്ഛൻ ഈ പുസ്തകം ഈ സഹോദരി തന്നതാണ്. എനിക്കിത് ഈ ചട്ട ഞാനൊന്നും നോക്കിയില്ല, ഫ്രണ്ടിലെ ഈ ചട്ട മാത്രമേ കണ്ടുള്ളൂ. രാജാവായിരുന്ന ഈശോ പുസ്തകമല്ല, ഐ നീഡ് യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ്. ആട്ടിടയനെ ഒരു ഒരു പിതാവായ ദൈവം ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ഒരു ഫാദർ, സ്വർഗസ്നായ പിതാവ് എന്നാണ് ഞാൻ അങ്ങനെയാണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ. ആ പടത്തിൻ്റെ ഫ്രണ്ട് ചട്ടമേ ആ പടം ഒരു 5 വയസ്സായ പെൺകുട്ടീനെയും പിടിച്ച് ആട്ടിടന്മാരെ മേയ്ക്കാൻ കുറേ ആട്ടിടക്കൂട്ടങ്ങളും അതിന് പിന്നിൽ ഇങ്ങനെ പോകുന്നതാണ്, കൈപ്പിടിച്ച് പോകുന്നതാണ് ഭാഗം. ഫ്രണ്ട് ചട്ട ഐ നീഡ് യു എന്ന് പറഞ്ഞ്. എനിക്ക് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഈ പുസ്തകം ഈ ചട്ട കണ്ടപ്പോഴോ തന്നെ എനിക്ക് എന്തൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത തോന്നി. ഈ കാര്യപ്പൻ പറഞ്ഞതാണ്, എനിക്ക് എന്തൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത തോന്നി. അതുകൊണ്ടാണ് അവരെന്നെ ആ സ്ത്രീയെ ഒന്ന് കാണണമെന്നും ഒന്നും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അപ്പം ഞാൻ അങ്ങോട്ട് ചെന്നു. അച്ഛൻ തന്നെ സമ്മതം ചൊല്ലിക്കേൾക്കുന്നതിനേക്കാളും മുൻപ് അച്ഛൻ തന്നെ ആ വീഡിയോ പിടിക്കാനായിട്ട് സ്റ്റഡിയായിട്ട് നിൽക്കുന്ന അവരോട് അച്ഛൻ്റെ അടുത്ത് ഞാൻ നിന്ന് ഈ 2 പുസ്തകം അച്ഛൻ കൈ പിടിച്ചിട്ടുണ്ട്, ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. ഞാൻ അതിശയിച്ചു പോയി. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവം തന്നെയായിരുന്നു ആ അച്ഛൻ പ്രവർത്തിച്ചത്, ചെയ്യിച്ചതും. അത് കഴിഞ്ഞ് ഫോട്ടോ എടുത്തതിന് ശേഷമാണ് പെണ്ണും ചേക്കനൊക്കെ വന്നു സമ്മതത്തിൻ്റെ കാര്യങ്ങൾ, സമ്മതം കേൾക്കുന്ന കാര്യങ്ങൾ ചെയ്തത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടായ ഒരു അനുഭവമാണ്. ഒരു ഫാദർ, വയസ്സായ ഒരു പള്ളിയിലെ വികാരി അച്ഛൻ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നതിനു മുൻപ് തന്നെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, പിന്നീട് മനസ്സിലായിണ്ടാവും എൻ്റെ ആങ്ങളുടെ മോൻ്റെ മനസ്സമ്മതം തന്നെയാണ് അവിടെ നടക്കുന്നതെന്ന്. അധികം വൈകാതെ തന്നെ അച്ഛന് മനസ്സിലായിണ്ടാവും. പക്ഷെ അതറിയാതെ തന്നെ അച്ഛന് ആ പുസ്തകത്തിൻ്റെ ചട്ട കണ്ട് ഇത്രയും നല്ലൊരു സംസാരവും ഫോട്ടോ എടുപ്പിച്ചതും എനിക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നി. അത് കഴിഞ്ഞ് സമ്മതം ചൊല്ലി കേൾക്കലെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും മനസ്സിൽ വിചാരിക്കില്ല. എൻ്റെ ആങ്ങളയുടെ ഭാര്യ സ്റ്റോപ്പ് വന്നിട്ട് അസുഖമായിട്ട് ഇപ്പോൾ മകൻ കാലടിയിൽ എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന ആങ്ങളയുടെ ഒരു മകനുള്ള ആ മകൻ്റെ വീട്ടിലാണ് ഈ ആങ്ങളയുടെ ഭാര്യ സ്ട്രോക്കായിട്ട്, കല്യാണമുള്ള ആങ്ങളയുടെ മോൻ്റെ ആങ്ങളയല്ല, വേറെ ആങ്ങള ഇപ്പോൾ മരിച്ചു. ആങ്ങളയുടെ ഭാര്യ ആങ്ങളയുടെ മകൻ്റെ അവിടെയാണ് താമസിക്കുന്നത്. എയർപോർട്ടിൽ നല്ലൊരു ജോലിയുള്ളതാണ്. ആങ്ങളയുടെ ഈ മരുമകള്, ആങ്ങളയുടെ മോൻ്റെ ഭാര്യ 2 കുട്ടികളായ കാരണം അത്യാവശ്യം വീട്ടിലെ ജോലികളെല്ലാം ഉണ്ട്. പക്ഷേ ഈ മകൻ എയർപോർട്ടിൽ നിന്ന് ജോലി കഴിഞ്ഞ് വന്നിട്ട് അമ്മേനെ ഈ മകൻ്റെ ഭാര്യയ്ക്കും അത്യാവശ്യം 2 കുട്ടികളെ പഠിപ്പിക്കണം, സ്കൂളിൽ കൊണ്ടാക്കണം. 4 നേരം ഈ സ്ട്രോക്കായിട്ട് വീൽ ചെയറിലിരിക്കുന്ന ആ അമ്മയ്ക്ക്, അതായത് ആങ്ങളുടെ ഭാര്യയ്ക്ക് ഭക്ഷണം എത്തിക്കണം. നല്ല കഷ്ടപ്പാടുണ്ട് ആ മരുമകൾക്ക്. ആ മരുമകൾ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ കുട്ടിയാണ്, പണ്ട് കാലത്തെ പെൺകുട്ടിയല്ല, ഈ കാലഘട്ടത്തെ. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ജോലി കഴിഞ്ഞ ഈ മകൻ ജോലി കഴിഞ്ഞ മകൻ്റെ ഭാര്യനെ ഒരു സഹായം എന്ന പോലെ ഈ മകൻ അമ്മയെ കുളിപ്പിക്കുക, അമ്മയുടെ പാഡ് മാറ്റി കൊടുക്കുക, ഇതൊക്കെ ചെയ്യുക. ഇങ്ങനെയുള്ളൊരു മകനെ ഞാൻ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല, അതേപോലെയുള്ളൊരു മകനെ. വേറെ ഒന്നും എനിക്ക് പറയായിരുന്നില്ല. ആർക്ക് വേണ്ടി നന്മ ചെയ്തില്ലെങ്കിലും അമ്മയും പെങ്ങളെയും തിരിച്ചറിയുന്ന വിധത്തിൽ ഇവിടെ ജീവിച്ച് ഒരു അമ്മയുടെ വില മനസ്സിലാക്കി അമ്മയ്ക്ക് ഒരു ആവശ്യം വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ
ഒരു മകനായിട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അത് ഈ രീതിയിലുള്ള കാര്യങ്ങൾ, കുളിപ്പിക്കുക, പാഡ് മാറ്റുക, അതൊക്കെ വളരെ ഒരു ആണ് എന്ന നിലയ്ക്ക് ഒരു പ്രയാസമുള്ള കാര്യമാണ്. ഒരു കുട്ടി ആരും അങ്ങനെ ചെയ്യില്ല. ഒരാളെ നിർത്തും, അല്ലെങ്കിൽ മരുമകൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ, അല്ലെങ്കിൽ പെൺകുട്ടികൾ കെട്ടിച്ചോര് വന്ന് നോക്കിക്കോ, അങ്ങനെയൊക്കെ പറയുന്ന ആൺമക്കളാണ് ഇന്ന് ഇവിടെ ഉള്ളത്, ഇന്ന് ഈ കാലഘട്ടത്തിലുള്ളത്. എനിക്ക് അവനോട് വളരെയധികം ഞാൻ അവനെ അഭിനന്ദിക്കുന്നു. ബിജു എന്നാണ് പേര്, ആ ആങ്ങളയുടെ മകൻ്റെ പേര്. ഈ അമ്മയെ നോക്കുന്ന ഈ ആങ്ങളയുടെ മകൻ്റെ പേര്. അപ്പം ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, അറ്റ്ലീസ്റ്റ് നന്മയൊന്നും ഇവിടെ വലിയ വാരിക്കോരി നന്മകളൊന്നും പ്രവർത്തിച്ചില്ലെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിഞ്ഞ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് വളരെ അധികം ആഗ്രഹത്തോടെ ഞാൻ എല്ലാവരോടും പറയുന്നു. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അങ്ങനെ മനസമ്മത കല്യാണം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്ത് കിടന്നപ്പോൾ ഈ സ്ട്രോക്കായിട്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ ആങ്ങളയുടെ ഭാര്യ ഇന്നും സംസാരിക്കാൻ അധികം പറ്റില്ല. പക്ഷെ പള്ളിയകത്ത് വെച്ചിട്ട് തന്നെ എൻ്റെ കൈ പിടിച്ചിട്ട് ഈ വചനഭാഗമാണ് ആ ആങ്ങളയുടെ ഭാര്യ എന്നോട് പറഞ്ഞത്. അപ്പോൾ തന്നെ അപ്പോഴാണ് ഞാൻ ആ വചനഭാഗം തന്നെ ശ്രദ്ധിക്കുന്നത്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും. അന്ന് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സ്റ്റോക്കായി വീൽചെയറിന് ഇരിക്കുന്ന ആങ്ങളുടെ ഭാര്യ എൻ്റെ കൈ പിടിച്ച് ഈ വചനഭാഗം പറഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം ആ ആങ്ങളയുടെ ഭാര്യ അത് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി. അതുമാത്രമല്ല, അച്ഛൻ നിന്നെ വിളിച്ചിട്ട് ഫോട്ടോ എടുത്തപ്പോഴും ഓമനെ എൻ്റെ മനസ്സിൽ കോരിധരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. എത്ര ആ വചനഭാഗത്തിന് എത്രയോ ശരി ആ അച്ഛൻ കാണിച്ച പ്രവൃത്തി. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കും ഭയങ്കര സന്തോഷമായി. ഇപ്പം നീ ഈ വചനം എന്നോട് പറഞ്ഞപ്പോഴും എനിക്ക് സന്തോഷമായി എന്നും പറഞ്ഞ് എൻ്റെ ഒരു അനുഭവം ഞാൻ ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. I'm rejoicing night and day as I walk the pilgrim way, for the hand of God in all my life I see, and the reason of my blood, yet the sacred all in this, that the Comforter abides in me. He abides, hallelujah, He abides. Hallelujah, He abides in me. I'm rejoicing night and day as I walk the narrow way, for the Comforter abides in me. Once my heart was full of sin, once I had no peace within, till I heard how Jesus died upon the tree. Then I fell down at His feet, and there come a peace so sweet. Now the Comforter abides in me. He abides, hallelujah, He abides in me. He is with me everywhere, and He knows me every care. I'm happy as a bird and just as free, for the Spirit has controlled. Jesus has washed my soul, since the Comforter abides in me. He abides, hallelujah, He abides in me. There is no testing for the things of the world that He's taken wings. Long ago I gave them up and instantly
chains today, all my burden rolled away. Now the Comforter abides in me. He abides, hallelujah, He abides in me. Hallelujah, He abides in me. എനിക്ക് ഇംഗ്ലീഷ് അത്ര പ്രൊനൗൺസിയേഷൻ അങ്ങനെയൊന്നും എനിക്കറിയില്ല. തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ഈ പാടിയതിൽ തെറ്റുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. എനിക്ക് ഇംഗ്ലീഷ് അത്ര കാര്യമായിട്ട് അറിയില്ല. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ്.